ഇന്ന് ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ബിസിനസ് ലോകത്തൊരു വില ഉണ്ടെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാ. ആ എന്നോടാണോ കമ്പനി വിട്ട് പോകണമെന്ന് പറയുന്നത്? കഷ്ടപ്പെട്ട കണക്കുകളൊക്കെ അവിടെ നിൽക്കട്ടെ മാഡം. ഈ ചെയർമാൻ പോസ്റ്റും കെട്ടിപ്പിടിച്ച് എത്ര കാലം മുന്നോട്ട് പോകാന്നാ വിചാരിക്കുന്നത്? മാഡത്തിന്റെ സമയം കഴിഞ്ഞു മാഡം. ഇനി ഗൗതമിന്റെ കാലമാണ്. അത് ആരംഭിച്ചു കഴിഞ്ഞു. അത് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? എന്തെപ്പ ചെയ്യണമെന്ന് എനിക്കറിയാം. അയ്യോ, ഇത് തീരുമാനിച്ചതേ നിധിയൊന്നുമല്ല, ഗോപിയേട്ടനും ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സും കൂടിയാ. നിങ്ങൾക്കൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു പരിധിവരെ ഗോപിയേട്ടനും അറിയില്ല എന്റെ അധ്വാനത്തിന്റെ വില, കോൺട്രിബ്യൂഷൻ അത് എത്രത്തോളം ഉണ്ടെന്ന് ഗൗതമിന് നന്നായിട്ട് അറിയാം. ഇനി ഞാൻ ഈ ചെയർമാൻ പോസ്റ്റ് ഒഴിയണമെങ്കിൽ അത് ഗൗതം പറയട്ടെ. അവൻ പറഞ്ഞാ ഞാൻ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തേക്കാം. എങ്കിൽ പിന്നെ ഒഴിഞ്ഞു വന്നേക്കുന്നേ. ഞാനും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. ഞാൻ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഇനി മുതൽ എല്ലാ കമ്പനികളുടെയും ചെയർമാൻ ഞാനായിരിക്കും. സൂപ്പർ ഏട്ടാ, സൂപ്പർ. നല്ല ഉഗ്രം തീരുമാനം. കളത്തിലിറങ്ങി കളിക്കാൻ പറ്റിയ അവസരം. ഓൾ ദി ബെസ്റ്റ് ഏട്ടാ. താങ്ക് യു. ഗൗതം നോക്ക്, വെറുതെ എടുത്തു ചാടരുത്. നിന്നെ ബിസിനസ് പഠിപ്പിച്ചെടുത്ത ആളെന്ന നിലയിൽ പറയുക. സമയമാവുമ്പോ ചെയർമാൻ സ്ഥാനം ഞാനായിട്ട് തന്നെ നിന്നെ ഏൽപ്പിക്കും. അയ്യോ, അതൊക്കെ ഇനി എന്നൊന്നും പറഞ്ഞ കാത്തിരിക്കേണ്ടത്. എന്തായാലും ഗോപിയേട്ടനുൾപ്പെടെ എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞ കാര്യ. ഇനി അതിലൊരു മാറ്റം വരുത്തണ്ട. എടുത്തി, അതല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ചെയർമാൻ സ്ഥാനം അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റില്ല.